നമ്മളെല്ലാവരും മറക്കാതെ നമ്മുടെ ഗാഡ്ജറ്റ്സിനെ ചാർജ് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ലേ? ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, മൈക്ക് ആയിക്കോട്ടെ, വാട്ട് എവർ വി ആർ യൂസിങ്, അത് മറക്കാതെ നമ്മൾ ചാർജ് ചെയ്യലുണ്ടാവും. ബിക്കോസ് നമ്മൾ ചാർജ് ചെയ്താൽ മാത്രമായിരിക്കും പിന്നീട് ആഫ്റ്റർ ദാറ്റ് അത് നമുക്ക് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. സ്വിച്ച് ഓഫ് ആയ സാധനം യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് ഒരു ഗാഡ്ജറ്റ് നമുക്ക് എപ്പോഴാണ് ചാർജ് ചെയ്യേണ്ടി വരും? നമ്മൾ യൂസ് ചെയ്ത് അതിന്റെ ബാറ്ററി കമ്മിയാകുമ്പോഴാണ് നമ്മൾ ചാർജ് ചെയ്യുക, അല്ലെ? ടു യൂസ് ബെറ്റർ. എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് നമ്മൾ എത്ര പേര് നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡിനെ റീചാർജ് ചെയ്യേണ്ടത്. ബിക്കോസ് സി, എങ്ങനെയാണോ ഗാഡ്ജറ്റ്സ് പണിയെടുക്കുന്നത്, ഇതേപോലെ നമ്മുടെ ബോഡിയും ഡെയിലി നമ്മുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതൊരു മിഷനെ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെ? സോ ഇറ്റ് ഓൾസോ റിക്വയർ ടു റീചാർജ്. ലൈക്ക് എന്താ പറയാ, ഒരു ഹെക്ടിക് ഷെഡ്യൂളിന് ശേഷം നിങ്ങൾ എത്ര പേര് കുറച്ച് ദിവസം കുറച്ചു നേരം മിണ്ടാതിരിക്കലുണ്ട്, എത്ര പേര് കുറച്ചു നേരം മെഡിറ്റേറ്റ് ചെയ്യലുണ്ട്. ദർ ഇസ് ലോട്ട് ഓഫ് വേസ് ടു റീചാർജ്. ഞാൻ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ വേ മാത്രമല്ല, ഒരുപാട് വഴികളിലൂടെ നമുക്ക് റീചാർജ് ചെയ്യാൻ നമ്മുടെ ബോഡിനെ. പൈസയുടെ പിന്നാലെയും ലൈഫിന്റെ പിന്നാലെയും കരിയറിന്റെ പിന്നാലെയും റിലേഷൻഷിപ്സിന്റെ പിന്നാലെയും എല്ലാത്തിന്റെ ഇടയിലും നമ്മൾ വേണ്ടി പണിയെടുക്കുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഗീവ് സം ടൈം ടു യുവർ ബോഡി, ടു യുവർ മൈൻഡ്, ടു പോസ് ദാറ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഗോയിങ് ഓൺ. കാരണം ഇത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുവാണ്, ശരിയല്ലേ? ഉറങ്ങുമ്പോൾ അടക്കം ഒരു വ്യക്തിനെ സംബന്ധിച്ചോളം അത്രയും ക്വാളിറ്റീസ് ഇപ്പൊ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, ബോഡി വിൽ റീചാർജ്. അറ്റ് ദി സെയിം ടൈം നമ്മൾ നോർമലി ഉറങ്ങുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ സമയത്തും പല പല തോട്ട്സ് ആയിരിക്കും മൈൻഡിൽ പോകുന്നുണ്ടാവുക, അല്ലെ? അപ്പൊ ഉറക്കം ശരിയാണ്, ബോഡിനെ റീചാർജ് ചെയ്യുന്ന ഒരു സാധനമാണ്, നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടാവും. ബട്ട് അതിനേക്കാളും ഉപരി വാട്ട് വി ആർ ഡൂയിങ് എക്സ്ട്രാ ടു അവർ ബോഡി, ടു അവർ മൈൻഡ്. പണ്ടൊന്നും വലിയ ലെവൽ അതിനെ വലിയ ലെവൽ ടേക്ക് കെയർ ചെയ്തിട്ടില്ല. വർക്ക് കാര്യങ്ങൾ, ഫുഡ് കഴിക്കാൻ പറഞ്ഞ പോലുണ്ട്, പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കലില്ല, അങ്ങനെ എക്സസൈസ് ചെയ്യലില്ല. എന്താ പറയാ, അതിനും റെസ്റ്റ് വേണം, അതിനും ടൈം വേണം, അതിനും ഒരു റീചാർജ് ആവേണ്ട ആവശ്യമുണ്ട് എന്നൊരു കാര്യമൊന്നും ബോധറേ ചെയ്യാതെ വർക്ക് ചെയ്തിരുന്നൊരു ടൈമൊക്കെ ഉണ്ടായിരുന്നു. സോ നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം, അതിന്റെ കൂടെ തന്നെ ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു ടേക്ക് കെയർ ഓഫ് ദിസ് ടു. അപ്പൊ അതിനെ എന്നെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞ കുറച്ച് മന്ത്സായിട്ട് ഞാൻ അത് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. ബിക്കോസ് നമ്മൾ ബോഡിനെയും മൈൻഡിനെയും പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം കുറച്ച് ബെറ്റർ ആവുന്നല്ല, അത് ഒരിക്കലും താഴോട്ട് വരത്തില്ല. അതേസമയം നമ്മൾ വർക്ക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാര്യം ഇതിന് മറന്ന് നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്ന സമയത്ത് ഒരു ടൈം കഴിയുമ്പോൾ നമ്മുടെ ബോഡി സിംറ്റംസ് കാണിച്ചു തുടങ്ങും. അത് ഷട്ട് ഡൗൺ ആണ് വരെ നമുക്ക് ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഷട്ട് ഡൗൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഇറ്റ്സ് ബെറ്റർ നമ്മുടെ ബോഡി ആയിക്കോട്ടെ മൈൻഡ് ആയിക്കോട്ടെ ഷട്ട് ഡൗൺ ആവണേക്കാൾ മുന്നേ അതിനെ കുറച്ച് ബെറ്റർ ആയിട്ട് ടേക്ക് കെയർ ചെയ്യാന്നുള്ളത്. സോ പെർട്ടിക്കുലർലി അതിന് എന്നെ കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് ഹെൽപ്പ് ചെയ്ത് 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, മെഡിറ്റേഷൻ തന്നെയാണ്. അതായത് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇരുന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കണം എന്നല്ല ഞാൻ പറയണത്. ഒരു 10 മിനിറ്റ് ആയിക്കോട്ടെ, കാം ആയിട്ട് ഇരിക്കാം, കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. അത് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് ഇൻഹേൽ എക്സേൽ ഒരു 10 മിനിറ്റ് വെറുതെ ഇരിക്കാം, ഒന്നും ചെയ്യാതെ. ഒട്ടും ഇരിക്കാത്ത ഒരു വ്യക്തിയാണ് അങ്ങനെ ഇരിക്കാൻ ട്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഇനീഷ്യലി നമുക്ക് ഇരിക്കാൻ പറ്റണമെന്നില്ല. കാരണം മൈൻഡിൽ 1000 തോട്ട്സ് വരും. മൈൻഡ് ഒരിക്കലും സ്റ്റിൽനെസ് ആയിട്ട് നമുക്ക് എംപ്റ്റി ആയിട്ട് വെക്കാനേ പറ്റത്തില്ല. അപ്പോൾ ഗ്രാജുവലി നിങ്ങൾ ചെയ്ത് വരുന്ന സമയത്ത് ഒരു മാസം 1.5 മാസം കഴിയുമ്പോൾ ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ. ഓക്കെ, എനിക്കൊരു 1 മന്ത് 1.5 മന്ത് കഴിഞ്ഞ സമയത്ത് എനിക്കൊരു ഇപ്പൊ ഒരു സ്റ്റിൽനെസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് മൈൻഡ് കുറച്ച് കാമർ ആവാറുണ്ട് കൂടുതൽ. പക്ഷെ ഇനീഷ്യലി ഒക്കെ എനിക്ക് ഭയങ്കര 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് 1 മണിക്കൂറിൽ അത്രയും തോന്നലുണ്ട്. കാരണം നമ്മൾ ഇരുന്ന് പരിചയമില്ലല്ലോ. അത് അപ്പൊ മെഡിറ്റേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വെറുതെ ഇരിക്കാം, ഇൻഹേൽ എക്സേൽ ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജേർണൽ ചെയ്യാം. അതായത് നമ്മുടെ തോട്ട്സ് എന്തോ ആയിക്കോട്ടെ നമുക്ക് എഴുതാം ഒരു ബുക്കിനകത്ത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാനൊരു ബുക്ക് എപ്പോഴും എന്നോട് കീപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. സോ അത് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ആയിട്ട് എഴുതാം. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഞാൻ സംസാരിക്കുന്നത് കുറച്ച് കുഴയുന്നുണ്ടെന്ന് തന്നെ അറിയാം. ബിക്കോസ് ഐ ഹാവ് എ ടൂത്ത് പെയിൻ. എന്താണെന്ന് അറിയാം, ഇന്നലെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഇന്നലെ ലൈറ്റ് ആയിട്ട് പെയിൻ ഉണ്ടായിരുന്നു. വിചാരിച്ചു നാളെ നമ്മളേക്ക് മാറും, അപ്പൊ നാളെ എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് നോക്കുന്നത് നല്ല ടൂത്ത് പെയിൻ. അതായത് നോർമലി വരുന്നതാണ് മൗത്ത് അൾസേഴ്സ് പറയുന്ന കേട്ടില്ലേ, അതായത് മോണ വേദനിക്കുന്ന പോലെ. അത് വന്നത് പോവും. അപ്പൊ ഇന്ന് നല്ല പെയിൻ ഉണ്ട് എനിക്ക്. പക്ഷെ ഐ ഹാവ് ടു റെക്കോർഡ് ദിസ് വീഡിയോ ബിക്കോസ് ഐ നീഡ് ടു അപ്ലോഡ് ഇറ്റ്. സോ അതുകൊണ്ട് തന്നെ എന്റെ വോയിസിന് ചെറിയൊരു കുഴച്ചിലുണ്ടാവും. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു കൺവേ ദ മെസ്സേജ് ദാറ്റ്സ് ആൻഡ് ഇമ്പോർട്ടന്റ് ടു അപ്ലോഡ് ദിസ് വീഡിയോ ടുഡേ ഇറ്റ്സെൽഫ്. ബിക്കോസ് ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ വീഡിയോസ് ഇടുന്ന കാര്യം നമ്മൾ ചലഞ്ച് ആയിട്ട് എടുത്തതാണ്. 180 ഡേയ്സ് എന്തായാലും 180 വീഡിയോസ് വന്നേ പറ്റൂ. ദാറ്റ്സ് വൈ ഐ എം റെക്കോർഡിംഗ് ഇറ്റ്. സോ യാ, ഞാൻ പറഞ്ഞ കാര്യം ജേർണലിംഗ്. സോ അതിപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലായിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. അതായത് നമുക്ക് എന്താ പറയാ, നല്ല കാര്യങ്ങൾ, നമ്മുടെ ലൈഫിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ, ഞാൻ ഇന്നതിനൊക്കെ ഗ്രേറ്റ്ഫുൾ ആണ്, അങ്ങനെ നിങ്ങൾക്ക് എഴുതാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഒന്നും അറിയില്ല, എങ്ങനെ ജേർണൽ ഒന്നും അറിയില്ല, സ്റ്റിൽ ഒരു 10-15 മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ എന്താണ് തോട്ട് വരുന്നത്, നിങ്ങൾക്ക് മോശമായിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിട്ടാണോ, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മൈൻഡിലുള്ളത്, അതിനെ നിങ്ങൾ മൈൻഡിൽ തന്നെ വെച്ച് എക്സോസ്റ്റഡ് ആക്കുക. അതായത് റൈറ്റ് ചെയ്യാം. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്, അരമണിക്കൂർ 20-30 മിനിറ്റ്സ് എങ്കിലും അതിനുവേണ്ടി ഇരിക്കുക, എഴുതുക. സോ നിങ്ങൾ ഒരു ദിവസം ചെയ്യുക, 2 ദിവസം ചെയ്യുക, നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. അയ്യോ വെയ്യാം, ചെയ്യാനേ വെയ്യ, ആ ഒരു രീതിയിൽ നമുക്ക് തോന്നും. ബട്ട് ഗ്രാജുവലി നമ്മൾ ഡേ ബൈ ഡേ അത് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അതൊരു എന്താ പറയാ, നമ്മുടെ മൈൻഡ് ക്ലിയർ ആവും. അവിടെ സ്പേസ് വരും. ഇതിനുള്ളിൽ സ്റ്റോറി വെക്കണേക്കാളും നമുക്ക് എന്ത് ഇമോഷൻ ആയോടെ എഴുതി തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൈൻഡ് കുറച്ച് ക്ലാരിറ്റി കിട്ടി. ഞാൻ ഇന്ന് ഒരു ദിവസം കൊണ്ട് നടക്കും, 2 ദിവസം കഴിക്കാൻ പിറ്റേ ദിവസം ഒരു മാജിക് ഒന്നും അല്ലട്ടെ ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞത് ഗ്രാജുവലി നിങ്ങൾ ചെയ്ത് നിങ്ങൾ വരുന്ന സമയത്ത് ഒരു 1 മന്ത് കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ചെറിയ ഡിഫറൻസ് കാണാം.
കാണാൻ പറ്റും ആ ഒരു രീതിയിൽ. അങ്ങനെ നിങ്ങൾ ചെയ്തു പോവാന്നുണ്ടെങ്കിൽ. മൂന്നാമത്തെ ഒരു എക്സസൈസ് തന്നെയാണ്. ഞാൻ എക്സസൈസ് ആണ് ജിമ്മിൽ പോകണം അല്ലെങ്കിൽ ഇന്നതൊക്കെ ചെയ്യണം അങ്ങനെയൊന്നുമല്ല. ഒരു അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ നമ്മുടെ ബോഡി ഒന്ന് അനക്ക, സ്ട്രെച്ചിങ് ആവാം, വാക്കിംഗ് ആവാം, വാട്ട് എവർ ഇഫ് ഇറ്റ് ഈസ്. ഞാൻ എനിക്ക് ഓടാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഐ കാൺ ബിക്കോസ് അല്ലെങ്കിൽ തന്നെ ഞാൻ ഇങ്ങനെയാണ്. ഇനി ഓടാൻ കൂടി തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് കാലറി ബേൺ ഔട്ട് ആയി പോകും. ഐ വിൽ മോർ ഇങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു 10 കിലോന്റെ അടുത്ത് ഞാൻ കൂട്ടിട്ട് വന്നേ. ഇനി അത് ഓടാൻ കൂടി പോയി കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ഓടാൻ പോകുന്നത്. അല്ലാത്ത വ്യക്തികളെ സുറ്റി ഓടാൻ പോകാം, നടക്കാം, സ്ട്രെച്ച് ചെയ്യാം, ജിമ്മിൽ പോകാം, വാട്ട് എവർ ഇഫ് ഇറ്റ് ഈസ്. നിങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂർ ചെയ്തെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരു അരമണിക്കൂറും പറ്റില്ല, ഒരു 15 മിനിറ്റ് എങ്കിലും എക്സസൈസ് എന്ന പേരിൽ കുറച്ച് ബോഡിനെ എന്ത് ചെയ്യാം, അനക്കുക, ബോഡി മൂവ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഈ ഒരു 3 കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞത്. ഒന്ന് മെഡിറ്റേഷൻ ആണ്, രണ്ടാമത്തെ കാര്യം ജേർണലിംഗ് എഴുതുക, മൂന്നാമത്തെ കാര്യം ഈ ബോഡിനെ മൂവ് ചെയ്യുക, നാലാമത്തെ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ് വാട്ടർ. ഈ ഒരു 4 കാര്യങ്ങൾ എന്റെ ബോഡിനെയും മൈൻഡിനെയും എന്നെ റീചാർജ് ചെയ്യാനായിട്ട് നല്ല ലെവലിൽ ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇത് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിൽ ഞാൻ കൊണ്ടുപോലില്ല. അപ്പൊ കഴിഞ്ഞ 3-4 മാസമായിട്ട് ഇത് എന്റെ പ്രയോറിറ്റി ആണ്. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും. ഇപ്പൊ വർക്ക് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ. അതായത് ഇത് ഞാൻ രാവിലെ ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെ എന്റെ ലൈഫിൽ നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള 4 കാര്യങ്ങളാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് ടു ഡു. ഇനീഷ്യലി നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എഫേർട്ട് ആയിട്ട് തോന്നും, ബിക്കോസ് നമുക്കത് ചെയ്ത് പരിചയമില്ല. പക്ഷെ ചെയ്ത് വരുന്ന സമയത്ത് അത് നമ്മുടെ ഒരു റുട്ടീന്റെ പാർട്ടായിട്ട് പോയിക്കോളും. സോ യു ഗൈസ് ഓൾസോ ട്രൈ ഇറ്റ് ഔട്ട്, ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ലേറ്റ് ആവണേക്കാളും മുന്നേ നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡിനും നമ്മൾ ടേക്ക് കെയർ ചെയ്താൽ ഇനി അങ്ങോട്ടുള്ള കാര്യം അത് നമ്മൾ നോക്കിക്കോളും. ഞാൻ പറയുന്നത്, ഞാൻ അത്രയും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ ഇത്രയും എന്താ പറയാ അത്രയും അനങ്ങാതിരുന്ന് മെഡിറ്റേറ്റ് അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. ബട്ട് ഈ കാര്യങ്ങളൊക്കെ എന്റെ ലൈഫിൽ ചെറിയ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അരമണിക്കൂർ ആയിക്കോട്ടെ ഞാൻ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യലുണ്ട്, വീട്ടിലായിക്കോട്ടെ സ്ട്രെച്ച് ചെയ്യലുണ്ട്, വാക്ക് ചെയ്യലുണ്ട്, എന്തെങ്കിലുമൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നത്. അല്ലാതെ ഇന്ന പോലെ ഷെഡ്യൂൾ ആയിട്ട് പോകുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന നമ്മുടെ ബോഡിനെ കുറച്ച് കാമർ ആക്കും, പീസ്ഫുൾ ആക്കും. പല ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് കൂടി ഇപ്പത്തെ നമ്മൾ ഈ ഒരു കറന്റ് സൊസൈറ്റി കൂടെ പോകുന്ന സമയത്ത് നമ്മുടെ വർക്ക്, അത് ഇത്, പേഴ്സണൽ ലൈഫ്, ആ റെസ്പോൺസിബിലിറ്റീസ്, ഈ ടാസ്ക്, ആ ടാസ്ക്, we totally maybe we feel like exhausted or something burnout. നമുക്ക് ഭയങ്കര അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫ് അങ്ങനെയാണ്. ബിക്കോസ് വി ആർ വർക്കിംഗ് റിഗാർഡിങ് സംതിങ്, നമുക്ക് സ്ട്രെസ് വരാം, കുറെ കാര്യങ്ങളുണ്ടാകും. ബട്ട് ആ ഒരു അവിടെ നിന്നൊക്കെ ഒരു ബ്രേക്ക്, അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ ഒന്ന് മാറി നമ്മളൊരു കാമായിട്ട് നമ്മൾ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഇരുന്ന് വേറെ ഒന്നും ഫോക്കസ് ചെയ്യാതെ, ഫോണൊന്നും ഇല്ല, ജസ്റ്റ് ജേർണൽ ചെയ്യുമ്പോൾ, നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി കാമർ ആവും, പീസ്ഫുൾ ആവും, നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി കൂൾ ഡൗൺ ആവും. ഒരു ഹോട്ട് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിൽ നിന്ന് എന്താ പറയുക കുറച്ചൊരു കൂൾ ഡൗൺ ആവും മൈൻഡും കാര്യങ്ങളും. അങ്ങനെ നമ്മുടെ എന്താ പറയാ കംപ്ലീറ്റ് നമുക്കൊരു ഓക്കെ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഹീറ്റിംഗ് മോഡ്. ഫോൺ ഒരുപാട് ഉപയോഗിച്ച് ചൂടാവലില്ലേ, ചാർജ് കുത്തി വെച്ച് കുറച്ചു നേരം ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മെല്ലെ ചൂട് മാറില്ലേ, അതേപോലെ തന്നെയാണ് നമ്മുടെ ബോഡി ആ ഒരു ഹൈ ടെമ്പറേച്ചറിന് മെല്ലെ സ്ലോ ഡൗൺ ആയി കാം ഡൗൺ ആയി ഒന്ന് പ്രോസസ് ആയി വരും. പിന്നെയും നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് ഫെർദർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് to take care of your body and your mind. വേറെ ആരും വന്ന് ചെയ്തുതരാൻ പോകുന്നില്ല. we have to ബിക്കോസ് ഇത് നമുക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഒരു ബോഡി എന്ന് പറഞ്ഞാൽ. മാറ്റി മറിച്ചെടുക്കാൻ പറ്റുന്ന, സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവമൊന്നുമല്ല. സോ നിങ്ങൾക്ക് ഉള്ള കാര്യം ബോഡി അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിന് ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, ആൻഡ് അതിനെ കുറച്ചുകൂടി റീചാർജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ, കുറച്ചുകൂടി കാം ഡൗൺ പീസ്ഫുൾ ആക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. പല്ല് നല്ലതുള്ളതാണ് എനിക്ക് എത്രത്തോളം ഐ തിങ്സ് വീട് കുറച്ച് എന്റെ നോർമൽ സൗണ്ട്സിനെക്കാളും ശ്രദ്ധിക്കാൻ പറ്റുന്ന കഴിഞ്ഞിട്ടാണ് പോകുന്നത് ബിക്കോസ് ഓഫ് ദിസ് പെയിൻ. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മുടെ ചെറിയ പെയിന്റെ അടിയിൽ നമ്മൾ ലിറ്റിൽ എഫേർട്ട് ഇട്ടിട്ട് ഇന്ന് ചെയ്യേണ്ട ഇങ്ങനെ ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ 10-100 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഇടുന്ന ഒരു ലിറ്റിൽ എഫേർട്ടിന്റെ, നമുക്ക് പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ ഇടുന്ന ഒരു ലിറ്റിൽ എഫേർട്ടിന്റെ റിസൾട്ട് ആയിരിക്കാം ചിലപ്പോൾ ഒരു 100 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 150 ദിവസം കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ അൺഎക്സ്പെക്ടഡ്ലി ലൈക്ക് മിറാക്കിൾസ്, മാജിക് പോലെയൊക്കെ വരുന്നുണ്ടാവാം. ഇറ്റ്സ് നോട്ട് എ വൺ ഡേ പ്രോസസ്. നമ്മളെ കൊണ്ട് പറ്റില്ല, നമുക്ക് വയ്യാന്നുള്ള സമയത്ത് നമ്മൾ ലിറ്റിൽ ഒന്ന് പുഷ് ചെയ്യില്ലേ നമ്മൾ എവറി ഡേ, ആ ലിറ്റിൽ പുഷ് ആണ് ആഫ്റ്റർ സം മന്ത്സ് നമുക്ക് വലിയ റിസൾട്ട് ആയിട്ട് വരാൻ പോകുന്നത്. So yeah, I can feel that there is very big things are going to come in my life. I don't know, I believe in intuition. My intuition are saying like this, I don't know. And yeah, I wish for the same to you all guys too. നിങ്ങളുടെ ലൈഫിലും ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കട്ടെ. ഈ ഒരു ഇയർ എല്ലാവരുടെ ലൈഫിലും ബെസ്റ്റ് ആവട്ടെ. And yeah, it's all about this video.